ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും വളരെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ വളർന്നത് പാലക്കാടാണ്. അതിന് കാരണം എൻ്റെ അച്ഛൻ സൈനികോദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ അന്ന് പാലക്കാടായിരുന്നു ജോലി. അപ്പോൾ എൻ്റെ ശൈശവം മുഴുവൻ ചിലവിട്ടത് പാലക്കാടാണ്. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൻ്റെ തൊട്ട് ചേർന്നുള്ള വീട്ടിൽ തമിഴരാണ് താമസിച്ചിരുന്നത്. പക്ഷേ അവർ തമിഴരാണെങ്കിലും വലിയ അടുപ്പമായിരുന്നു എൻ്റെ വീട്ടുകാരുമായിട്ട്. അപ്പോൾ എന്നെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുകയും അവർ സ്നേഹത്തോടെ രാശ എന്ന് വിളിച്ച്, അങ്ങനെയാണ് എനിക്ക് രാജു എന്ന പേര് വീട്ടുകാർ ഇട്ടത് എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഒരിക്കൽ എന്നെയും കൊണ്ട് അമ്മയും അച്ഛനും കൂടി, അനിയൻ ജനിക്കുന്നതിന് മുമ്പാണ്, പളനി പോവുകയും എൻ്റെ തലമുടി കളയാനായിട്ട് പളനി പോവുകയും അവിടെ തലമുടി കളഞ്ഞിട്ട് എന്നെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയും അച്ഛനും തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്നെ അതൊരു സ്ത്രീ വന്ന് വാങ്ങിച്ചിട്ട്, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സ്വഭാവം അന്നേ ഉണ്ട്, ആളുകൾക്കിടയിൽ മറയുകയും അമ്മ കിടന്ന് ബഹളം ഉണ്ടാക്കി പെട്ടെന്ന് ആളുകൾ കണ്ടുപിടിച്ച് ആ സ്ത്രീയുടെ ഒന്ന് പിടിച്ച് വാങ്ങിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ഉണ്ടായ ഒരു സംഭവം അമ്മ പറഞ്ഞ് എനിക്കറിയാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം അച്ഛനും അമ്മയും, അച്ഛൻ നേരെ നീലഗിരിയിലേക്ക് സ്ഥലംമാറ്റമായപ്പോൾ അവിടെയാണ് 2 വർഷം താമസിച്ചത്. 2 വർഷം എന്ന് വെച്ചാൽ ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിച്ചിട്ടില്ല. അന്നൊക്കെ സ്കൂളിൽ ചേർക്കുന്നത് ഒരു നിർബന്ധമല്ല. പ്രത്യേകിച്ച് അവിടെ മലയാളം മീഡിയം സ്കൂളൊന്നുമില്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇല്ല. അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിപ്പിക്കുന്ന രീതിയൊന്നും ആർക്കും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ നീലഗിരിയിൽ ഞാൻ പഠിക്കാത്തതിനൊരു കാരണം, എന്നെ സ്കൂളിൽ ചേർക്കാത്തതിന് കാരണം, എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ്, മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ഫോർട്ട് ഹൈസ്കൂളിലെ, തിരുവനന്തപുരത്ത് ഫോർട്ട് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചേർന്ന് പഠിക്കുന്നതായിട്ട് ഒരു അന്നൊക്കെ രേഖയുണ്ടാക്കി. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഞാനവിടെ പ്രൊമോഷൻ കിട്ടി, 2ാം ക്ലാസ്സിലായി. 3ാം ക്ലാസ് ആവുന്നത് വരെ 3ാം ക്ലാസ്സിലാണ് ഞാൻ പിന്നീട് ചേരുന്നത് പുന്നമൂട് UPSലാണ്. എനിക്ക് നീലഗിരി താമസിച്ച ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നീലഗിരി വളരെ മനോഹരമായ ഒരു പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങളറിയാൻ. കാരണം ഏതാണ്ട് ഊട്ടി അടുക്കാറാകുമ്പോൾ തന്നെ, ട്രെയിനിൽ പോകുമ്പോൾ തന്നെ, ഊട്ടിയോടെത്തുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ടാകും, തണുപ്പ്. മാത്രമല്ല, പക്ഷേ അവിടെ ട്രെയിനിൽ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആളുകൾ, ഈ തമിഴർ പോരാൽ പോകട്ടും പോടാ എന്ന പാട്ടും പാടി വളരെ ഉല്ലസിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പിന്നീട് ഊട്ടിയിലേക്കുള്ള ആ നാരോ ഗേജ് പോകുന്ന ആ വഴിയൊക്കെ നല്ല വശങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നീലഗിരിയിൽ ഞങ്ങൾ മിലിറ്ററി ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്. മിലിറ്ററി ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫ്ലാറ്റിൻ്റെ വേറൊരു പതിപ്പാണ്. 3ാം ക്ലാസ്സിലാണ് പുന്നമൂട് എന്ന് പറയുന്ന ഗവൺമെൻറ് സ്കൂളിൽ എന്നെ കൊണ്ട് ചേർക്കുന്നത്. ഞാൻ അന്ന് അയിണിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അയിണിമൂടിൽ നിന്ന് ഒരു അരമണിക്കൂർ നടന്നാലേ ഈ പുന്നമൂട് സ്കൂളിൽ എത്താൻ പറ്റൂ. അവിടെ പഠിപ്പിച്ച പല അധ്യാപകരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്ന ജാനകി അമ്മ ടീച്ചർ വളരെ സൗഹൃദത്തോടെ നമ്മളെ അടുത്ത് ചേർത്ത് നിർത്തിയാണ് ഓരോ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുക. അന്ന് സ്ലേറ്റാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ സ്ലേറ്റ് മാർക്കിട്ട് തന്നാൽ അത് മായാതെ വീട്ടിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ജോലിയാണ്. മാത്രമല്ല, ജാനകിയമ്മ ടീച്ചർക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇടിചമ്മന്തി കൊണ്ടുവരും. ഈ തേങ്ങയും ഉഴുന്നും പരിപ്പും കൂടെയൊക്കെ ഇടിച്ചുണ്ടാക്കുന്നൊരു ഇടിചമ്മന്തി. അത് മിക്ക ദിവസവും എൻ്റെ ഊണിൻ്റെ കൂടെ കാണാം. അത് ടീച്ചർക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരുന്നു. അപ്പം ടീച്ചർ ചെല്ലുമ്പം തന്നെ, ഉച്ചയ്ക്ക് ഊണിന് കഴിക്കുമ്പം തന്നെ അതെടുക്കും. ടീച്ചർക്ക് അത് പ്രത്യേക ഇഷ്ടം. വീട്ടിൽ അതുകൊണ്ട് കൂടുതൽ തന്നേക്കും ടീച്ചറിനും കൂടെ വേണ്ടി. അന്ന് എല്ലാവരെയും അറിയാമല്ലോ, ടീച്ചറിനായിരുന്നാലും രക്ഷാകർത്താക്കളെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അവിടെ അന്ന് ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്നൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് അത്രയ്ക്ക് നമുക്ക് മനസ്സിലാവും. അങ്ങനെയായിരുന്നു. അദ്ദേഹം പിന്നീട് മലയാളം MA ജയിച്ച് മലയാളം അധ്യാപകനായി, പ്രിൻസിപ്പലായി. ആ സ്കൂളിൽ എന്നെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ആ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് എന്നെ വിളിച്ച്, ഞാൻ വലുതായതിന് ശേഷം എന്നെ വിളിച്ച് അദ്ദേഹം അവിടെ പ്രസംഗിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സാറ്
മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. പിന്നീട് ഞാൻ 8ാം ക്ലാസ് ആയപ്പോൾ അന്ന് നേമ സ്കൂളിലോ അല്ലെങ്കിൽ ബാലരാമപുരം എന്ന് പറയുന്ന സ്കൂളിലോ പോയി വേണം പഠിക്കാൻ. ഹൈസ്കൂൾ അവിടെയുള്ളൂ. നേമത്ത് വിക്ടറി ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ ഇപ്പം അത് 75 വർഷം ഈ അടുത്ത കാലത്ത് ആഘോഷിച്ചിരുന്നു. അതിൻ്റെ 75 വർഷം ഗോവ ഗവർണറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഞാനും അന്ന് അവിടെ കേൾവിക്കാരനായിട്ട് സദസ്സിൽ പോയിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ 7, 8, 9, 10 3 വർഷം പഠിച്ചത്. അന്ന് അയണിമൂട്ടിയിൽ നിന്ന് ബസ് കയറി വേണം നേമത്ത് പോകാൻ. 2 രൂപയാണ് പ്രതിമാസം കൺസെഷൻ, ട്രാൻസ്പോർട്ട് കൺസെഷൻ റേറ്റ്, കൺസെഷൻ ആകുന്ന ചിലവ് 2 രൂപ. പക്ഷേ ആ 2 രൂപ വെച്ച് കൺസെഷൻ എടുത്താലും പലപ്പോഴും ഞാൻ നടന്നാണ് വീട്ടിലോട്ട് പോകുക. കാരണം കൂട്ടുകാരുമായിട്ട് സംസാരിച്ച് നടക്കാനും അതൊരു രസമാണല്ലോ. കാരണം ഈ ബസ്സിൽ കയറി അങ്ങ് ഇറങ്ങി പോകുന്നതിനേക്കാൾ കൂട്ടുകാരുമായിട്ട് നടക്കുന്നതിൻ്റെ ഒരു രസത്തിന് കരുതി പലപ്പോഴും നടന്നു. അവിടെ പഠിപ്പിച്ച പല അധ്യാപകരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മുനിഷി ചെല്ലപ്പൻപിള്ള സാറെന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. ആ മലയാളം അധ്യാപകൻ്റെ ഇരുന്നത് കൊണ്ടാവണം ഒരുപക്ഷെ മലയാളത്തിനോട് എനിക്കിത്ര താല്പര്യം തോന്നിയതെന്ന്. സാറ് വെറും ടെസ്റ്റിൽ ഒതുങ്ങി നിന്നല്ല പഠിപ്പിക്കുന്നത്. സാറ് കഥകളും കവിതകളും ഒക്കെ പറഞ്ഞു തരും. സാറ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ തറവായിരിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സാറ് പഠിപ്പിക്കുക. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറി ശാസ്താമംഗലത്തുകാരനായി മാറുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് അതുവരെ ഞാൻ അയണിമൂടെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. ഞാൻ ഫുഡ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നെന്ന് പറഞ്ഞല്ലോ. 1978 മെയ് 24 ഞാൻ ഫുഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന മഹനീയ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2015 ഫെബ്രുവരി 28 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് 1 ആയതുകൊണ്ട് എനിക്ക് തലേദിവസം, മാർച്ച് 2 ആയിരുന്നെങ്കിൽ ആ മാസം കൂടെ കിട്ടിയത്, തലേദിവസം റിട്ടയർ ചെയ്യേണ്ടി വന്നു. 2015 ഫെബ്രുവരി 28 ഞാൻ വിരമിച്ചു. 37 വർഷം ആണ് ഞാൻ FCA സേവിച്ചത്. അത് ഒരു അവിസ്മരണീയമായ ദിവസങ്ങളായിരുന്നു, വർഷങ്ങളായിരുന്നു. കഴക്കൂട്ടത്താണ് അതിൽ 27 വർഷം ഞാൻ ജോലി നോക്കിയത്. 10 വർഷം കേശവസ്ഥലത്തുള്ള റീജിയണൽ ഓഫീസിലായിരുന്നു. അതിൽ തന്നെ അവസാനത്തെ 5 വർഷം ഞാൻ ഓഡിറ്റിലായിരുന്നു. അപ്പോൾ കേരളം മുഴുവൻ സഞ്ചരിച്ച് എല്ലാ ഓഫീസുകളിലെയും ഓഡിറ്റിങ് നടത്തിയിട്ടുള്ള ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. FCAയുടെ പ്രവർത്തനമെന്ന് പറയുന്നത് റേഷൻ ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ നേരിട്ടല്ല നടത്തുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. പഞ്ചാബിലും ആന്ധ്രയിലും അല്ലെങ്കിൽ ഹരിയാനയിലും ഒക്കെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, പ്രധാനമായിട്ടും അരിയും ഗോതമ്പും, റെയിലുകൾ വഴി, തീവണ്ടിയുടെ റെയിലുകൾ വഴി, തീവണ്ടി ബോഗികൾ വഴി, മുമ്പൊക്കെ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമായിരുന്നു ഷിപ്പിൽ. ഇപ്പോൾ അതില്ല. ഇപ്പം നമ്മൾ സ്വയം പര്യാപ്തത നേടി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ സ്വയം പര്യാപ്തത നേടി. അതിനുശേഷം ഈ റെയിലിൽ FCAക്ക് ഇന്ത്യയിലുടനീളം ഗോഡൗൺസ് ഉണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം, വലിയതുറ, കിഴക്കൂട്ടം, കരുനാഗപ്പള്ളി, കൊല്ലം, മാവേലിക്കര, ഇങ്ങനെ തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് FCA ഗോഡൗൺ കാണാം. ഈ ഗോഡൗണിലെല്ലാം കൊണ്ട് ഇത് നിറയ്ക്കും ഈ ഭക്ഷ്യധാന്യങ്ങൾ. പെട്ടെന്നൊരു ക്ഷാമമോ യുദ്ധമോ വന്നാൽ അത് എടുക്കുക എന്നുള്ളതും കൂടി ഉദ്ദേശമാണ് ഗവൺമെൻറ്റിൻ്റെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 70,000 ടൺ കപ്പാസിറ്റിയുള്ള ഒരുപാട് ഗോഡൗൺസ് ഉണ്ട്. അപ്പം 70,000 ടൺ കപ്പാസിറ്റിയുള്ള ഗോഡൗൺ ഏതാണ്ട് നിറഞ്ഞിരിക്കും. ഇതൊക്കെയായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ റീജിയണൽ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും കൾച്ചറൽ മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട്. കൾച്ചറൽ മീറ്റ് എന്ന് പറഞ്ഞാൽ കലാസാഹിത്യ അതിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്നതാണ്. റീജിയണൽ ലെവലിലല്ല, സാധാരണ നിലയിൽ സോണൽ ലെവലിലാണ് നടത്തുക. ഒരിക്കൽ ആൾ ഇന്ത്യ ലെവലിൽ, അതായത് ഇന്ത്യയിലെ മൊത്തം FCAയുടെയും ഒരു ആൾ ഇന്ത്യ ലെവലിൽ ഈ 5 സോണുണ്ട് ഞങ്ങൾക്ക്. 5 സോണും കൂടെ ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഒരിക്കൽ നടത്തി. അപ്പോൾ അത് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് താമസിക്കാൻ വരും. ആസാം മുതൽ കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള എല്ലാ ജീവനക്കാരും, ഇതിൽ പങ്കെടുക്കുന്ന പല ജീവനക്കാരും വരും. ഇവരെയൊക്കെ താമസിപ്പിക്കണം.
സർക്കാർ ചിലവാണെങ്കിൽ പോലും താമസ സൗകര്യമൊക്കെ നമ്മൾ ഹോസ്റ്റ് റീജിയൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുക്കണം. അപ്പോൾ അത് ഒക്കെ ഒരുപാട് ചുമതലകൾ എനിക്കുണ്ടായിരുന്നു അന്ന് പിന്നെ ഇതിൻ്റെ റീജിയണൽ ഓഫീസറായതുകൊണ്ട്. നമ്മൾ കോ ബാങ്ക് ടവറിലായിരുന്നു, തിരുവനന്തപുരത്ത് കോ ബാങ്ക് ടവറിലായിരുന്നു ഈ 3 ദിവസത്തെ പ്രോഗ്രാം നടന്നത്. അപ്പോൾ 3 ദിവസത്തെ പ്രോഗ്രാമിൽ നാടകമുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കുണ്ട്, പലതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിധികർത്താക്കളെ വിളിക്കേണ്ട ചുമതല പലപ്പോഴും എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ തിരുവനന്തപുരത്തായതുകൊണ്ട് നമ്മൾ മ്യൂസിക്കിന് വിളിച്ചത് വിമൻസ് കോളേജിൽ നിന്നും സംഗീത കോളേജിൽ നിന്നും പിന്നെ പ്രൊഫസർമാരായിട്ടുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഞാൻ വിളിച്ചത്. എല്ലാവർക്കും സമ്മതമായിട്ടുള്ള ആൾക്കാരായിരുന്നു. നാടകത്തിനും അതുപോലെ തന്നെ നാടകരംഗവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഹെഡ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഹയർ ഓഫീസേഴ്സ് ഒരു പ്രത്യേകിച്ച് അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാൾ കുറേ പെൻസിലും കൊണ്ടാണ് വന്നത്, റൂൾ പെൻസിൽ. പിന്നെ അപ്പോൾ എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഉള്ള ജഡ്ജസിന് ഈ പെൻസിൽ കൈമാറാനായിട്ട് അവർ ശ്രമിച്ചു. എന്തിനാണ് പെൻസിൽ കൈമാറുന്നതെന്ന് പറഞ്ഞാൽ അവരിടുന്ന മാർക്കിനെ മായ്ച്ചിട്ട് ഇവർക്കിഷ്ടമുള്ള പെൻസിൽ വെച്ച് വേറെ മാർക്ക് ഇടാം. അതിന് വേണ്ടിയാണ് പെൻസിൽ കൊടുക്കുന്നത്. പേന ഇട്ട് കഴിഞ്ഞാൽ അത് വെട്ടിയല്ലേ എഴുതാൻ പറ്റൂ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ കള്ളക്കളി നമ്മുടെ ഈ ഞാൻ വിളിച്ച ജഡ്ജസിൻ്റെ കൂട്ടത്തിൽ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു IAS കാരൻ, റിട്ടയേർഡ് IAS ഓഫീസറും ഉണ്ടായിരുന്നു ഈ നാടകത്തിൻ്റെ. അദ്ദേഹം അടുത്ത കാലത്ത് അന്തരിച്ചു പോയി. അദ്ദേഹം ലേബർ ഓഫീസറായിട്ടിരുന്നു. അദ്ദേഹം ഇടുക്കി കളക്ടറായിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ നാടകത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളായിരുന്നു. ബാബു പോളിൻ്റെ ചിരി എന്നൊരു പുസ്തകം DC ബുക്സ് ഇറക്കിയ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് പ്രഭാകരൻ. ആ പ്രഭാകരൻ സാറും അങ്ങനെയുള്ള ഇതിനെപ്പറ്റി അറിയാവുന്ന നാടകത്തിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാരായിരുന്നു ജഡ്ജസായിട്ട് വിളിച്ചത്. അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന ആൾക്കാർ ഈ പെൻസിൽ എടുത്തു കൊടുത്തു. അപ്പോൾ ഇവർ എന്തിനാണ് പെൻസിൽ തരുന്നതെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ നമ്മുടെ ജഡ്ജസിന്. അവരെന്നോട് ചോദിച്ചു എന്തിനാണ് പെൻസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കള്ളക്കളിയാണ്, കളി വേറെയാണ്. ഇത് പെൻസിലിട്ട് നിങ്ങൾ മാർക്കിടുകയാണെങ്കിൽ അത് മായ്ച്ചിട്ട് അവർ വേറെ എഴുതി ചേർത്തിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പ്രഭാര സാറ് തന്നെ ഇവരെ വിളിച്ച് പറഞ്ഞ ഓഫീസറെ വിളിച്ച് പറഞ്ഞു ഇത് കേരളമാണ്, ഇവിടെ നിങ്ങളുടെ കള്ളക്കളിയൊന്നും നടക്കില്ല. ഞങ്ങൾ പേനയിട്ട് തരും, നിങ്ങൾക്ക് മാറ്റാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, വേണമെങ്കിൽ മാറ്റിക്കോളൂ, പക്ഷേ ഇവിടെ ഈ കള്ളക്കളി നടക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഇത് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണമെന്ന് മനസ്സിലായിട്ട് ആ വന്ന ഓഫീസർ എൻ്റെ പേരും ഡെസിഗ്നേഷനൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് വലിയ അധികാരമാണ്, ഹെഡ് ഓഫീസല്ലേ, എന്നെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ജനറൽ മാനേജറിനോട് ചെന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പേരും ഇതൊക്കെ കുറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ അപ്പം അന്ന് സോണൽ ഓഫീസിൽ സോണൽ മാനേജറായിട്ടിരിക്കുന്നത് ഒരു IAS കാരനാണ്. അദ്ദേഹത്തിനോടും ഞാൻ ചെന്ന് പറഞ്ഞു എൻ്റെ ഇങ്ങനെ പേരൊക്കെ എഴുതിയെടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്ത് വന്നാലും ഞങ്ങൾ നിങ്ങളുടെ പിറകിലുണ്ട്, സത്യസന്ധമായിട്ട് ജെന്യൂനായിട്ട് 100% ജെന്യൂനായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനൊരു ഉൾബലത്തോടെയാണ് ആ കൾച്ചറൽ മീറ്റ് തിരുവനന്തപുരത്ത് നടത്തിയത്. വളരെ സത്യസന്ധമായിട്ട് എല്ലാവരും മാർക്കിട്ടു. ശരിക്കും അർഹതയുള്ളവർക്ക് അങ്ങനെ തിരുവനന്തപുരത്ത് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു ഗുണം. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഗായകൻ KP ഉദയഭാനു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്നാൽ 10 പേര് ശ്രദ്ധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. പ്രായം ചെന്നപ്പോഴും അദ്ദേഹം ഈ വള്ളിയും പുള്ളിയൊക്കെ ഉള്ള ഉടുപ്പാണ് ഇട്ടുകൊണ്ട് വരിക. ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം വരുന്നത്. MS നസീം എന്ന് പറയുന്ന പാട്ടുകാരൻ സ്ട്രോക്ക് വന്ന് ഒന്നും സംസാരിക്കാനൊക്കാതെ അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ട്, പാടാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ത്രിവേണി എന്ന് പറയുന്ന ആയുർവേദ അവിടെ കിടക്കുമ്പോൾ KP ഉദയഭാനു മിക്ക ദിവസവും വൈകിട്ട് എൻ്റെ വീട്ടിൽ വരികയും ഓട്ടോയിൽ വരും. ഓട്ടോയിൽ എന്നെ കൂടെ കയറ്റി നസീമിൻ്റെ അവിടെ ചെന്ന് കുറേ നേരം ഇരുന്ന് പാടും. നസീമിനെ മാനസികമായിട്ട് സന്തോഷിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് ശമനം കിട്ടുമെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് പാടുന്നത്. എന്നിട്ട് വെളിയിറങ്ങിക്കഴിഞ്ഞാൽ
ഉദയഭാനു സാറിന്, ഞാൻ സാറെന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ, ഉദയഭാനു സാറിന് ഒരു നിർബന്ധമുണ്ട്. അവിടെ നിന്ന് ത്രിവേണി ആശുപത്രിയുടെ മുമ്പിൽ ധാരാളം കരിക്ക് വെക്കും, ഇളനീര്. അവിടെ നിന്ന് ഇളനീര് കുടിക്കണം എന്നൊരു നിർബന്ധം. അത് കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ നടന്ന് IRR ചെല്ലും. IRR ചെന്നാൽ, ഇന്ത്യൻ റെയിൽവേ റെസ്റ്റോറൻറ്റ് ചെന്നാൽ, അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോ മസാല ദോശ കഴിക്കും. ഒരു മസാല ദോശ അങ്ങേര് പിന്നെ പാർസലായിട്ട് വാങ്ങിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വീണ്ടും അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം അങ്ങ് പിന്നെ പെരുക്കടയുള്ള വീട്ടിൽ പോകും, AKG നഗറിനകത്ത്. ഇതായിരുന്നു പലപ്പോഴും നടന്നിരുന്നത്. അദ്ദേഹം അവസാന കാലത്ത് ഓൾഡീസ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ഓൾഡീസ് ഗോൾഡ്, പഴയ ഗാനങ്ങൾ പാടാനുള്ള ഒരു അതിനകത്ത് പി ലീല, കമുകറ പുരുഷോത്തമൻ, പിന്നെ ഇദ്ദേഹം, CO ആൻഡോ, ഇങ്ങനെ പഴയ പാട്ടുകാർ, KP ബ്രഹ്മാനന്ദൻ, ഇങ്ങനെ പഴയ പാട്ടുകാരെല്ലാവരും വരുമായിരുന്നു. പലപ്പോഴും ഇതിന് പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പാട്ടിനോടുള്ളൊരു താല്പര്യവും പാട്ടിനെക്കുറിച്ച് പറയുന്ന ഒരാളും എന്ന നിലയിലാണ്. മാത്രമല്ല ദൂരെയൊക്കെ പോകുമ്പം വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കാൻ വേണ്ടി എന്നെ കൂടെ അടുത്ത് പിടിച്ചിരുത്തി കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങളൊരിക്കൽ കോഴിക്കോട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ ഇൻഹേലർ തീർന്നു പോയി. ഇൻഹേലർ വാങ്ങിക്കണം. എൻ്റെ കൂടെ പറഞ്ഞു നമുക്കൊന്ന് നടക്കാം, പ്രഭാത സവാരിയും ആവും, ഇൻഹേലറും വാങ്ങിച്ച് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മിഠായി തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉദയഭാനു സാറ് എന്നെ പാടിയ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്നുള്ള പാട്ട് അതിമനോഹരമായി കേൾക്കുന്നു. അപ്പോൾ പറഞ്ഞു എൻ്റെ പാട്ട് കേൾക്കുന്നല്ലോ, ഇതെന്താ സംഭവം, നമുക്കൊന്ന് ആ കട വരെ പോകാമെന്ന് പറഞ്ഞു. അവിടെ ഒരു കാസറ്റ് കടയിൽ ഞങ്ങൾ കയറി. അപ്പോൾ അയാളെ ഒരു കാസറ്റ് ഇട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അന്ന് കാസറ്റുള്ള സമയമാണ്, CD ഇറങ്ങിയിട്ടില്ല. കാസറ്റ് ഇട്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു. അപ്പോൾ പിന്നെ ഇതെവിടെ നിന്ന്, ഈ കാസറ്റ് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇറങ്ങിയതാണ്. അയാൾക്ക്, ആ കടക്കാരന് ഉദയഭാനുവിനെ തിരിച്ചറിയുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു 2 പേർക്ക് ഓരോന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു. നോക്കിയപ്പോൾ ഡ്യൂപ്ലിക്കേറ്റാണ്, കള്ള കാസറ്റാണ്. എന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അന്ന് അവിടെ ഓൾഡീസ് ഗോൾഡ് നടന്നു. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പാടി. അദ്ദേഹം ഈ ഉദയഭാനു സാറിൻ്റെ പാട്ടുകൾ മാത്രമല്ല, അദ്ദേഹം വേറെയും ചിലരുടെ പാട്ടുകളൊക്കെ പാടും. AM രാജയുടെ പാട്ടൊക്കെ പാടുമായിരുന്നു. അങ്ങനെ പാടി അവിസ്മരണീയമാക്കിയിട്ടാണ് അദ്ദേഹം മടങ്ങുമ്പോഴും അന്ന് ഞങ്ങൾ വൈകിട്ട് പിന്നെ MS ബാബുരാജൻ്റെ വീട്ടിലേക്ക് പോയി. MS ബാബുരാജൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകനും മകളും ഭാര്യയും ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം ചിലവഴിച്ചു. എന്നിട്ടാണ് പിന്നെ അന്ന് വൈകുന്നേരം ഈ പിന്നെ ഓൾഡീസ് ഗോൾഡ് എന്ന് പറയുന്ന ഗാനമേള നടന്നത്. അതും കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം തിരിച്ച് പിന്നെ പോയ വണ്ടിയിൽ തന്നെ തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ MS പിന്നെ ഇദ്ദേഹവുമായിട്ട്, പിന്നെ KP ഉദയഭാനുമായിട്ടുണ്ട്. പലപ്പോഴും എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് എല്ലാവരും, എല്ലാ ഗായകരും നമുക്ക് പരിചയക്കാരായിരുന്നു. കമുകറ പുരുഷോത്തമൻ സാറായിരുന്നാലും, പി ലീല ചേച്ചിയായിരുന്നാലും, KPSC സുലോചനയായിരുന്നാലും, അങ്ങനെ പലരും, ഓൾഡീസ് ഗോൾഡ് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഒത്തൊരുമിക്കുന്ന ഒരു വലിയ നല്ല പിന്നെ സംഘമായിരുന്നു അത്. പങ്ക്തികളിലൂടെ കൈതപ്പുറവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ കൊമ്പ് കോർത്തിരുന്ന സമയത്ത് പോലും വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചവരാണ് ഞാനും കൈതപ്പുറവും. ഒരിക്കൽ അവിചാരിതമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരാൾ ഓടിക്കൊണ്ട് വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൈതപ്പുറമാണ് അതിന് മറുപടി പറഞ്ഞത്. കൈതപ്പുറം ചോദിച്ചു, എന്താ സംസാരിച്ചാൽ, ഞങ്ങളതിന് ശത്രുക്കളാണോ? അല്ല, അദ്ദേഹം നിങ്ങളുടെ പാട്ടിനെക്കുറിച്ചൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പം കൈതപ്പുറം പറഞ്ഞു, അതെഴുതിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ധർമ്മം, ഞാൻ എഴുതുന്നത് എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു. അന്ന് പിന്നെ കൈതപ്പുറത്തിന് കോഴിക്കോടേക്കും എനിക്ക് തിരുവനന്തപുരത്തേക്കുമാണ് വരേണ്ടത്. പക്ഷേ രണ്ടുപേരും 2 ഡയറക്ഷനിലാണ് വരുന്നത്. പിന്നൊരു സമയത്ത് ഞാൻ കൈതപ്പുറത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഒരു പരിപാടിക്ക് വേണ്ടി, ദൂരദർശൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു ടൈറ്റിൽ സോങ് ചെയ്യാനായിട്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ പോകുന്നത്. അന്ന് കൈതപ്പുറത്തിൻ്റെ ശ്രീമതി വിളമ്പി തന്ന പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോയതും അവിടെ ആ പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടത്തിയതുമൊക്കെ.
മാത്രമല്ല തിരുവനന്തപുരത്ത് വന്നാലും പിന്നെ പലപ്പോഴും പിന്നെ പല സ്ഥലത്ത് വെച്ചും ചില കല്യാണങ്ങൾ പ്രമുഖരുടെ കല്യാണങ്ങൾക്കൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും ഒരേ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഞാൻ എഴുതുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ എഴുതും. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്തേ കണ്ണനു കറുപ്പ് നിറം എന്ന് പറഞ്ഞാൽ കാളിയനെ കൊന്നതിനാലോ എന്നൊക്കെ ഉള്ളതിനെ ഞാൻ വളരെ നിശിതമായി പറഞ്ഞു. കാളിയനെ ആരും കൊന്നിട്ടില്ല. രമണക ദ്വീപിൽ ഇപ്പോഴും താമസിക്കുന്നതായിട്ടാണ് ഹൈന്ദവ സങ്കല്പം. അപ്പോൾ അത് എഴുതിയത് തെറ്റല്ലേ എന്നൊക്കെ ഞാൻ എഴുതി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ത് പരിഭവം എന്ന് പറയുന്ന അദ്വൈതത്തിലെ സിനിമയിൽ തന്നെ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി എന്ന പാട്ടിനെ ഞാൻ വിമർശിച്ചു. കാരണം മഴവില്ല് പകൽ സമയത്തുണ്ടാകുന്ന പ്രതിഭാസമാണ്, അതൊരിക്കലും രാത്രി ഉണ്ടാകും. അപ്പോൾ വെണ്ണിലാക്കിളിയും മഴവില്ലും തമ്മിൽ കണ്ടുമുട്ടുന്ന പരിപാടിയേ ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഗന്ധർവല്ലേ പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ എന്ന് പറയുന്ന പാട്ട്, ആ തിരുമംഗല്യത്താലി എന്ന് പറയുന്നതാണ്. നീ ഒരു താലി തരൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. നീ തിരുമംഗല്യത്താലി എന്ന് പറയുമ്പോൾ കെട്ടുതാലിയാണ്. അപ്പോൾ അത് നീ ഒരു താലി ഒരുക്കി തരൂ എന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കെട്ടുതാലി ആവശ്യപ്പെടുമ്പോൾ തോഴിയോട് നിൻ്റെ ഭർത്താവിനെ ഇങ്ങ് തരൂ എന്ന് പറയുന്നതിന് തുല്യമാണെന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അതൊക്കെ എഴുതും. പക്ഷേ സൗഹൃദം വേറെ എഴുത്ത് വേറെ എന്ന പോളിസിയാണ് അന്നും ഇന്നും ഞാൻ പുലർത്തുന്നത്. അത് എൻ്റെ ഈ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്ന സമാധാനവും. ഞാനിപ്പോൾ പിന്നെ കൂടുതൽ പുസ്തകരചനയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പേ ഇറങ്ങിയ പുസ്തകം രാഷ്ട്രഗീതിക എന്നൊരു പുസ്തകമാണ് മാതൃഭൂമി ഇറക്കിയത്. അത് ഭാരതത്തിലെ എല്ലാ ഭാഷകളിലെയും ദേശഭക്തി ഗാനങ്ങൾ, ജനഗണമന മുതൽ സാരേ ജഗാംസെ അച്ഛ അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ ദേശഭക്തി ഗാനങ്ങളും എല്ലാ ഭാഷയിലെയും, കന്നഡ, തെലുങ്ക്, മലയാളത്തിലെ പാട്ടുകളാണ് കൂടുതൽ, പിന്നെ ഹിന്ദി, അങ്ങനെ സംസ്കൃത പാട്ട് ഉൾപ്പെടെയുള്ള എല്ലാ, കാശ്മീരി പിന്നെ ദേശഭക്തി ഗാനം വരെ ഉണ്ട് ഉള്ള പിന്നെ പാട്ടുകളെക്കുറിച്ച് ഉള്ള ആസ്വാദനമാണ് രാഷ്ട്രഗീതിക എന്ന പുസ്തകം വന്നത്. ഇനി അടുത്തിറങ്ങാൻ പോകുന്ന പുസ്തകമാണ് അമ്മാവൻ്റെ എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ്റെ ജീവചരിത്രം. അത് ഉടനെ ഇറങ്ങുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഞാൻ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു പുസ്തകം മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചുള്ളതാണ്. മലയാള സിനിമകളിലെ 30 മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചുള്ള ഒരു പഠനമാണത്. അതായത് പിന്നെ പല പ്രസിദ്ധമായ മാപ്പിളപ്പാട്ടുകൾ, നമ്മുടെ സിനിമകളിൽ ഉള്ള പല മാപ്പിളപ്പാട്ടുകളും ഒപ്പനപ്പാട്ടുകളും അത്തരം പാട്ടുകൾ മാത്രം എടുത്തുകൊണ്ട് അത് ഒരു പുസ്തകമാണ് ഇനി വരാൻ പോകുന്നത്.